T20 ഫോർമാറ്റിൽ ഇന്ത്യൻ ക്യാപ്റ്റനായി രോഹിത് ശർമ്മയെ ഇനി കണ്ടേക്കില്ലെന്ന് റിപ്പോർട്ട്. ഇപ്പോൾ നടക്കുന്ന T20 ലോകകപ്പ് നായകനെന്ന നിലയിൽ ടീമിനൊപ്പം അദ്ദേഹത്തിന്റെ അവസാനത്തെ ദൗത്യമായിരിക്കും. ടൂർണമെന്റ് കഴിഞ്ഞാൽ രോഹിത് T20യോട് ഗുഡ് ബൈ പറയുമെന്നും പകരം പുതിയൊരു സ്ഥിരം ക്യാപ്റ്റനെ ഇന്ത്യ നിയമിക്കുമെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. നിലവിൽ T20 ഫോർമാറ്റിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും രോഹിത് ഒഴിഞ്ഞാൽ ഈ റോൾ അദ്ദേഹത്തിലേക്ക് തന്നെയാണ് വരേണ്ടത്. പക്ഷേ കഴിഞ്ഞ IPL രോഹിത്തിന് പകരം മുംബൈ ഇന്ത്യൻസിന്റെ നായകസ്ഥാനം ഏറ്റെടുത്ത ശേഷം ഹർദിക്കും ടീമിലെ ചില സീനിയർ കളിക്കാരും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല. സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ എന്നിവരെല്ലാം രോഹിത്തിന്റെ പക്ഷത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഹർദിക് ഇവിടെയും തങ്ങളുടെ ക്യാപ്റ്റനായി വരുന്നതിനോട് ഇവർക്ക് താല്പര്യമുണ്ടാവാൻ സാധ്യതയില്ല. ഈ ഘടകങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ ഹർദിക്കിനെ സ്ഥിരം T20 ക്യാപ്റ്റനാക്കാൻ സാധ്യത കുറവാണ്. അങ്ങനെയെങ്കിൽ ശ്രേയസ് അയ്യരെ പുതിയ കോച്ച് ഗൗതം ഗംഭീർ നായകസ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചേക്കും. ഈ IPL സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കിരീടത്തിലേക്ക് നയിച്ച താരമാണ് ശ്രേയസ് അയ്യർ. അയ്യർ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും സാധ്യതയുള്ള ക്യാപ്റ്റന്മാരിൽ മുൻപന്തി നിൽക്കുന്നത് മലയാളി താരം സഞ്ജു സാംസണും ലക്നൗ സൂപ്പർ ജയൻസിന്റെ ക്യാപ്റ്റനുമായ KL രാഹുലുമാണ്. ഏതായാലും വരുന്ന പരമ്പരയോടുകൂടി ആരാകും പുതിയ ക്യാപ്റ്റൻ എന്ന് തീരുമാനിക്കപ്പെടും. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.